ഹായ് ഓൾ കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലെ ആമ്പൽപ്പൂക്കളാണ്, പല ടൈപ്പ്. അതിൽ ഈ വലിയ പൂവുണ്ടല്ലോ, നിങ്ങൾ ഈ കാണുന്ന പിങ്ക് കളർ, അത് നൈറ്റ് ബ്ലൂമിംഗ് ആണ്. ആ മിഡിലിരിക്കുന്നതും രാത്രി പിടിക്കുന്നതാണ് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഈ കാണിച്ചു തരാം. വയലറ്റിൻ്റെ ആ ചെറിയ ആമ്പലിൻ്റെയൊക്കെ കണ്ടോ, ഇഷ്ടം പോലെ മുട്ട് പിടിക്കും. ഇത് കിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ വീട്ടിലെ ടബും അതിനകത്ത് നടേണ്ട രീതിയിൽ നട്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നടുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഞാൻ വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ആമ്പലിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം. ഇതിപ്പം രാവിലെയാണ്, പൂ ഇരിയാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. ഇത് സന്ധ്യയ്ക്കാണ്, എല്ലാവരും വാടി കുഴഞ്ഞ് നിൽക്കുവാണേ. അപ്പം ഇതിങ്ങനെ അങ്ങ് ചാകര പോലെ പിടിക്കുമ്പോൾ ഒരു ഗുട്ടൻസേ ഉള്ളൂ ഇതിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇലയിൽ നിന്നാണ് ഇത് പിടിക്കുന്നത്. ഒരു ഇല, ഈ ഇലയുടെ മിഡിൽ കാണുന്ന ഈ ഒരു പോർഷൻ കണ്ടോ, ആ ഒരു ബ്രൗൺ കളറ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇല പിച്ചി ജസ്റ്റ് ഒരു ടബിൽ അങ്ങോട്ട് ഇടുക. അങ്ങനെ ഇരിക്കുന്ന ഭാഗങ്ങൾ നോക്കിയിട്ട് ഒരു ടബിലിട്ട് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിൽ നിന്ന് നമുക്ക് പുതിയ ഇലകൾ കിളിർത്ത് വരും. ഇത് കണ്ടോ, ഒച്ച് വരും കേട്ടോ. നമ്മുടെ ഒരു സെക്ഷൻ ഒരു ടബിലെ ഒച്ചുണ്ട്. നമ്മളിത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. അതെന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഒച്ച് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. ഇത് വേറെ ടബില, നേരത്തെ കാണിച്ച ടബല്ല. അപ്പോൾ നമ്മൾ ആ ഇല പിച്ചിയിട്ട് ഇതണക്കത്തെ ഒരു ടബിൽ ഒരു ചെറിയൊരു പാട്ടയിൽ നമ്മളിങ്ങനെ പിച്ചിയിട്ടിട്ട് വന്ന തൈയാണ് കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടല്ല. ഒരു ഇലയിൽ നിന്നാണ് ഈ ഒരു വലിയ തൈ ഉണ്ടാവുന്നത്. ആ മിഡിൽ ഞാൻ കാണിച്ച ബ്രൗൺ സാധനം ഉണ്ടല്ലോ, അതാണ് ഇങ്ങനെ റെഡിയായി വരുന്നത്. എന്നുവെച്ചാൽ ജസ്റ്റ് വെള്ളത്തിലിടത്തേ ഉള്ളൂ. അത് കിടന്ന് എന്താവും, ഇതുപോലത്തെ ഒരു തൈയാവും. ഈ പോർഷനിൽ നിന്നാണ് പിടിക്കുന്നത്. ആ വൈറ്റ് പോർഷൻ, ആ ബ്രൗൺ പോർഷൻ ഇല്ലേ, അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു തൈയായി മാറുന്നത്. ആ തൈയാണിത്. നമുക്കിപ്പം എപ്പോഴും മാറ്റി നടണമെന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ഈ ഇല പിച്ചി ഏതെങ്കിലുമൊക്കെ ടബിൽ ഇട്ട് കൊടുക്കും. ടബിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പുതിയ തൈകൾ കിട്ടും. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനും പറ്റും കേട്ടോ. ഇല കൊടുത്താൽ മതി. തൈ വേണമെന്ന് പറയുന്നവർക്കല്ല, ഈസി ആയിട്ട് നല്ല സൂപ്പർ ആമ്പൽ, നല്ല ഫ്രഷ് മണമുള്ള ആമ്പൽ കിട്ടും. നോക്കിക്കേ, പിടിച്ചത് നല്ല മണമാണ് കേട്ടോ. ഇത് വന്ന് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. നല്ല രസമാണ്, നല്ല മണമാണ്. ഒരു ഫ്രഷ് മണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അത് പകലെടുത്ത ഫോട്ടോയാണ്. പിന്നെ വയലറ്റും ഉണ്ട്. വയലറ്റും അതുപോലെ തന്നെയാണ്, അങ്ങനെ തന്നെ പിടിക്കുന്നതാണ്. പക്ഷെ ഞാൻ കാണിച്ച നൈറ്റ് ബ്ലൂമിങ് സാധനത്തിന് വേറെ രീതിയാണ്. ഞാൻ വേറൊരു വീഡിയോ ഇടാം. പിന്നെ ഇതാണൊക്കെ മീനിനൊന്നും ഒരു അപകടം വരാതിരിക്കാൻ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ, ടബിൽ. പിന്നെ ഇതൊക്കെ വീട്ടിലെ താമരയാണ്, വെള്ളത്താമര. പിന്നെ റോസ് താമരയുണ്ട്, നാടൻ താമരയുണ്ട്, അടുക്ക് താമരയുണ്ട്. ഇതൊന്നും പൂ പിടിച്ചിട്ടില്ല കേട്ടോ, എല്ലാം കഴിഞ്ഞു, ടൈം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ട്യൂബർ എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇത് മൊത്തത്തിൽ പുഴുത് മാറ്റും. ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പിടിച്ചൊക്കെ കഴിയുമ്പോൾ ഒരു 5-6 പൂ പിടിക്കുമ്പോഴത്തേക്ക് നമ്മളിത് മൊത്തത്തിന് പുഴുതങ്ങ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, ട്യൂബർ കിട്ടും. താമരയ്ക്ക് ട്യൂബറാണ് എടുക്കുന്നത്. ഈ ഇലയിൽ നിന്നൊന്നും താമര പിടിക്കത്തില്ല. അപ്പം മൊത്തം നമ്മളിങ്ങനെ കുഴിച്ച് വാരി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇതണക്കത്തെ സാധനങ്ങൾ കിട്ടും. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം കേട്ടോ. ഇതൊക്കെ അമ്മ ചെയ്ത് വെച്ചിരിക്കുന്ന ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കും. എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ആർക്കെങ്കിലും ഗുണപ്പെടുന്നെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഡീറ്റെയിൽ ആയിട്ട് അറിയാനൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ട്യൂബർ ഇങ്ങനെ വെട്ടി ബക്കറ്റിലിട്ട് വെച്ചിരിക്കുക. ഒരുപാട് ട്യൂബറുണ്ട്. അതിൽ നമുക്ക് എത്ര പൂക്കൾ വേണമെങ്കിലും നമുക്ക് താമര ചട്ടികളിലോട്ട് മാറ്റാം, ഓരോ ട്യൂബറിനെ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂക്കൾ, ആമ്പൽ പൂക്കൾ. താമരയുടെ കളക്ഷൻ ഇനി താമരയൊക്കെ പിടിച്ച് വരുമ്പോൾ കാണിക്കാം. അല്ലെങ്കിൽ പഴയ ഫോട്ടോസും വീഡിയോസൊക്കെ കയ്യിലുണ്ടെങ്കിൽ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.